ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ പാലക്കാട് പോകണാണ്. ഞാൻ ഇന്നലെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്ന് ഇന്ന് ഞാൻ പാലക്കാട് പോകുന്നു. പാലക്കാട് ഇന്നത്തെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റക്കാണ് പോണത്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒറ്റക്ക് പോകാറില്ല. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ആഴ്ച എന്താണ് ആദ്യമായിട്ട് വീട്ടിലേക്ക് ഒറ്റക്ക് വന്നത് KSRTCക്ക്. ഞാൻ കോളേജ് ബസ്സിന് വരലാണ് പതിവ്. അതെണ്ണം കൊണ്ട് ആദ്യമായിട്ട് ഒറ്റക്ക് വന്ന കാരണം കൊണ്ട് ഡോക്യുമെൻ്റ് ചെയ്യണമല്ലോ, വഴി വെച്ച് എന്തൊക്കെ സംഭവിക്കും എന്തൊക്കെ സംഭവിക്കാതിരിക്കും, നമ്മൾ ഒരിക്കലും നെഗറ്റീവ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ബസ് വെച്ച് വീഡിയോ എടുക്കാനൊക്കെ നാണം ഉള്ള സ്ഥിതിക്ക് എനിക്കറിയത്തില്ല ഈ വീഡിയോ ഇടുമ്പോൾ ഉണ്ടാവുമെന്ന്. എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഒറ്റക്ക് പോവാണ് പാലക്കാട്. അച്ഛനെ ബസ് കയറ്റി വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ട് പോകണമെന്നുകൊണ്ട് അച്ഛനെ എന്നെ കയറ്റി വിടണമെന്ന് എനിക്കൊരു ഇതിലുള്ള സ്ഥിതിക്ക് ഞാൻ ഇങ്ങനെ വീട്ടിലേക്ക് വന്നതാണല്ലേ. എനിക്ക് ചാലക്കുടി തന്നെ പോകാനായിരിക്കും കുറച്ചും കൂടെ സുഖം. അവന്മാരെന്നെ ബസ് കയറ്റി വിടും. എന്തായാലും എന്നെ ഒറ്റ കയറ്റി വിടൂല അവർ. എന്നെ എന്തായാലും കൊണ്ടുവന്ന് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് കയറ്റി വിടുള്ളൂ. അവിടെ ആൻറ്റി ചോദിക്കും, വാവേനാക്കാൻ പോണേന്നാന്ന്. എന്നെ ഇന്നലെയും ഇനി കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ബസ് കയറ്റി വിടാൻ രണ്ടുപേരും കൂടെ ആയിട്ടാണ് വന്നത്. ഒറ്റക്ക് വിടൂല. ആ സ്ഥിതിക്ക് പക്ഷെ എനിക്ക് വീട്ടിൽ നിന്ന് പോകണമെന്നുള്ളതിൽ പിന്നെ അമ്മമ്മക്കൊരു മുണ്ടെണ്ണം മേടിച്ച് വെച്ചിട്ട് കുറേ കൊടുക്കാൻ പറ്റിയിട്ടില്ല, പോയിട്ടില്ലായിരുന്നു. പോയപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല. അപ്പം അതും എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇന്ന് പോകുകയാണ് ഗൈസ്. അച്ഛൻ ഉണ്ടാക്കി തരും. പോവാം. എക്സൈറ്റ്മെൻ്റാണ് ഉദ്ദേശിച്ചത്, മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞു തന്നതാണ്. അത് ഞാൻ വിചാരിച്ചു വേണ്ട, ഈ ബാക്കിയുള്ളവർ കാണിക്കുമ്പോൾ നല്ല വൃത്തിക്കൊന്നും നമ്മൾ കാണിക്കുമ്പോൾ ഊളായിട്ടൊന്നും, അതാണ് സംഭവം. വേണ്ട. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ട്രിപ്പല്ല, നമ്മൾ പാലക്കാട് പോവുകയാണ് ഗൈസ്. അവിടെ സ്വത്ത് ഇനിയിപ്പം എന്നെ ഒരു 10 വട്ടമെങ്കിലും വിളിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇപ്പം തന്നെ വിളി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം 2 വട്ടം വിളിച്ചെന്നെ. ഈ കണക്ക് കൊണ്ടുതന്നെ ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും ഫുള്ളിൻ്റെ കൊണ്ട് ഹിസ്റ്ററിയിൽ സ്വത്ത് ആയിരിക്കും. കഴിഞ്ഞ വട്ടം ഒരു വട്ടം ഞാൻ റോഷിയോടൊപ്പം പോയപ്പോഴും എനിക്കിതേപോലെ കുറേ വട്ടം കോൾ ചെയ്ത്, അവളെയും കുറേ വട്ടം കോൾ ചെയ്ത്. എനിവീസ് ഞാൻ ഇന്ന് പോകും. ഞാൻ ഇന്ന് പോകണേണല്ലോ. അപ്പം ഞാൻ നിങ്ങളെ കൊണ്ടുപോകണം. വരാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ വരേണ്ടി വരും. വരണമല്ലോ, ഞാൻ പോണല്ലേ, കാണിക്കുമല്ലോ, അപ്പോൾ വരുമല്ലോ അല്ലേ? അതെ. പിന്നെ എൻ്റെ 21 വിശ്വസ്ത സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വക ട്രിപ്പ്. ഗൈസ്, ഞങ്ങളിപ്പോൾ ബസ് സ്റ്റാൻഡിലെത്തി. ഞാൻ ഈ ബസ്സിലാണ് ഗൈസ് പോകാൻ പോണത്. 7 മണിക്ക് എടുക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സമയം 7:05 ആയിട്ടുണ്ടാവും. എടുത്തിട്ടില്ല, ഞാൻ കയറിയിട്ടില്ല. നമ്മളപ്പം അച്ഛനുണ്ട്. അച്ഛനെ കയറ്റി വിട്ടിട്ടേ പോകത്തുള്ളൂ ഗൈസ്. അച്ഛനെന്നെ ബസ്സിലിരുത്തിയിട്ട് അച്ഛൻ പോവുകയാണ്. ഞങ്ങൾ സീറ്റൊക്കെ ഡിസൈഡ് ചെയ്ത്, ഈ സൈഡ് ഇരുന്നാൽ വെയിലടിക്കും, പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ സൈഡ് മാറും. എന്തോ പറയാൻ വേണ്ടി ഞാൻ പോവുകയാണ് ഗൈസ്. ഞാൻ ബസ്സിൽ കയറി. ആരുമില്ല. ഞാൻ ഉച്ചക്കാണ്. എൻ്റെ ഡ്രൈവറും കണ്ടക്ടറും നീയത്തിൻ്റെ കൂടെ കൂടെയുണ്ട്. അച്ഛൻ പോയി. എക്സൈറ്റഡ് ആണ്. ചെറിയൊരു ഭയം അത്രേ ഉള്ളൂ. പേടിയല്ല, ഭയം. ഭയവും പേടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, പേടി ഭയങ്കര പേടി, ഭയം പേടിയുടെ അടിയിലുള്ള ഭയം. ഓക്കെ,
അപ്പം നമ്മൾ ഭയം വരെ എത്തിയിട്ടുള്ളൂ, പേടിയായിട്ട്. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പാലം കയറി അച്ഛൻ്റെ സ്റ്റോപ്പൊക്കെ ഇങ്ങനെ ഓരോന്ന് വെച്ച് പഠിപ്പിച്ച് 4-ാമത്തെ 5-ാമത്തെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞുപോയി, ഇനി എന്പ്പോൾ നമുക്ക് എത്തുമ്പോൾ കാണാം. ചേട്ടൻ വന്ന് എടുത്തൊന്ന് വേഗം ടിക്കറ്റ് വെച്ചിരുന്നെങ്കിൽ അത്ര സമാധാനമായിട്ട് ഇരിക്കരുത്. പിന്നെ ടിക്കറ്റിൻ്റെ എന്താ പറയേണ്ടതെന്ന് വരെ ഞാൻ മറന്നു പോവുകയാണ്. ഇല്ല, ഞാൻ മറക്കൂല. ഓർത്തു പ്രമോഷൻ ഗൈസ്, നമ്മളപ്പോൾ ടണലിൽ കയറിയിരിക്കുവാണ്. ഓക്കെ, സൈഡിലൊന്നുമില്ലെന്നേ. ഞാനും കുറച്ച് പേര് മാത്രം. ടണലിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഗൈസ് ഒത്തുവിനെ കിട്ടി. ഗൈസ് ഫുഡ് കഴിച്ച് ഞങ്ങൾ ഗൈസ്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് എത്തി, ഉച്ചക്കെത്തി. കുറേ നേരം ഇപ്പം ഞാനപ്പം ഇളയമ്മയുടെ വീട്ടിൽ നിൽക്കണേന്ന്. കുഞ്ഞുകുട്ടനുണ്ട്, ഞങ്ങളുടെ കസിൻസിലെ ഏറ്റവും ഇളയതാണ്. ഇപ്പം എൻ്റെ അത്ര ഉണ്ട്, എൻ്റെ കട്ടുണ്ട്. കുഞ്ഞുകുട്ടനാണിത്. ലക്ഷ്മിക്ക് പനിയായി. ഇവർ ഗുരുവായൂർ വീട്ടിൽ വന്നതാണ്. ലക്ഷ്മി പനി പിടിച്ച് മുകളിൽ കിടക്കണേന്ന്. ഇനി വരും ഇങ്ങനെ സിംബമോനുണ്ട് കേട്ടോ. സിംബമോൻ അതിൻ്റെ ഉള്ളിലാണ്. അമ്മമ്മേൻ്റെ ഉള്ളിൽ ഈ ഓടിയിടുന്ന എല്ലാരും വീഡിയോ എടുക്കേണ്ട അവസ്ഥയാണ്. ഇവിടെ ഒരു കുഞ്ഞുമോനുണ്ട് ഗായ്. സിംബമോനുണ്ടോ? ചിമ്പവാവേന നീ, ചിമ്പവാവേ. അപ്പൊ ഗൈസ് ഞാൻ ഒന്നും പറ്റാണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് സേഫായിട്ട്. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ തീർക്കുവാണ്. എന്തായാലും പറയാനുള്ളത്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഒരാളെങ്കിലും പറയാനുണ്ട് ഗൈസ്. സെവിൻ സിംബമോൻ അവിടെ കിടക്കുവാണ്, കാണുന്നുണ്ടോ? യാ ചിമ്പ തിരിഞ്ഞു നോക്കണോ? ചാട. അപ്പൊ എന്തായാലും ബൈ.